ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ കൂടാരത്തിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചന ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ എന്തു ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് അവൻ ഉത്തരം പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായം 22-ാമത്തെ തിരുവചനമാണ്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്തു ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് അവൻ ഉത്തരം പറഞ്ഞു. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിലൂടെ ചോദിക്കണമെന്നാണ് ഈശോ പറഞ്ഞത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എബ്രായക്കാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കണം. കാരണം ഈശോ പറഞ്ഞു, എൻ്റെ നാമത്തിൽ 2-3 പേർ എവിടെ കൂടിയാലും അവിടെ മധ്യേ ഞാനുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ കൂടാരത്തിൽ, ദൈവത്തിൻ്റെ ആലയത്തിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ, ഒരുമിച്ച് കൂടുന്നതിൻ്റെ മധ്യേ ആരുണ്ട് എന്ന് വിശ്വസിക്കണം? കർത്താവുണ്ട് എന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം എൻ്റെ കർത്താവ് എനിക്ക് സമീപസ്ഥനായി, ഞാൻ ഇരിക്കുന്നിടത്ത്, ഞാൻ നിൽക്കുന്നിടത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നാം ആ ആരാധനയിലൂടെ, ആ പ്രാർത്ഥനയിലൂടെ ചോദിക്കുന്നത് ദൈവം നമുക്ക് തരികയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണം, ഞാൻ പറയുന്നത് കേൾക്കുവാൻ തക്കവണ്ണം എനിക്ക് സമീപസ്ഥനായി ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ കർത്താവ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, വിശ്വാസത്തിന്റെ ഉറപ്പിന്റെ മേലാണ് ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള മക്കളെ, നാം എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്? ഇന്ന് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മുടെ കുറെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാ നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ശരിയല്ലേ? ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മുടെ കുറെ ആവശ്യങ്ങൾ നമ്മൾ നിരത്തി വെച്ച്, നമ്മുടെ ആവശ്യങ്ങള് നല്ലതുമുണ്ട്, മോശമായതുമുണ്ട്, നന്മയ്ക്കുള്ളതുമുണ്ട്, തിന്മയ്ക്കുള്ളതുമുണ്ട്, നമുക്ക് വേണ്ടതും വേണ്ടാത്തതുമുണ്ട്. എല്ലാം ദൈവത്തിന്റെ മുൻപിൽ നിരത്തി വെച്ച് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നാം ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യാക്കോബ് ശ്ലീഹാ തന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്: നീ ചോദിച്ചിട്ട് നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അത് നിന്റെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ തിന്മയായിട്ടുള്ളവ ദൈവത്തോട് ചോദിക്കുന്നത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞാട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നിരന്തരമായിട്ട് ദൈവത്തോട് ചോദിച്ചിട്ട്, നിരന്തരമായിട്ട് ദൈവത്തോട് പറഞ്ഞിട്ട് എനിക്ക് ദൈവം തരുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ ചോദിച്ചത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളത് അല്ല എന്നാണ്, അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം പള്ളികളിൽ പോകുമ്പോൾ, ഏത് പള്ളികളിലായാലും
ഏത് ആരാധനാലയങ്ങളിലായാലും നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുറേ ആവശ്യങ്ങൾ ദൈവത്തിന്റെ മുൻപിൽ നിരത്തി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലെ? കുറെ അങ്ങ് നേർച്ച നേരുകയാണ്, കുറെ ആവശ്യങ്ങൾ നിരത്തി വെക്കുക. ഇവിടെ യാക്കോബ് ശ്ലീഹ പറയുന്നത്, നീ ചോദിച്ചിട്ടും നിനക്ക് ലഭിക്കുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? നിന്റെ നന്മയ്ക്ക് വേണ്ടി ഉള്ളതല്ല നീ ചോദിച്ചത് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ടാണ് ദൈവം നിനക്ക് തരാത്തത്. ഹല്ലേലൂയ. ഇവിടെ മത്തായി ശ്ലീഹ പറയുന്നു, പ്രാർത്ഥനയിലൂടെ നീ ചോദിക്കുന്നതൊക്കെയും നിനക്ക് ലഭിക്കും എന്ന് അവൻ ഉത്തരം പറഞ്ഞു. വിശ്വാസത്തോടെ പ്രാർത്ഥനയിലൂടെ ചോദിക്കുന്നത്. ഹല്ലേലൂയ. ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? നഷ്ടപ്പെട്ടു പോയ ദൈവത്തിന്റെ തേജസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി ശ്ലീഹ തന്നെ തന്റെ സുവിശേഷത്തിൽ അതിന്റെ 6-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പിതാവ് ഇതുപോലെ അറിയുന്ന ഒരപ്പൻ വേറെ ഏതുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ യാചിക്കുന്നതിന് മുമ്പേ, ഞാൻ ചോദിക്കുന്നതിന് മുമ്പേ എൻ്റെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ് എനിക്കുള്ളത്. ഇതുപോലെയുള്ള ഒരു ദൈവം വേറെ ഉണ്ടോ? ഇല്ല. ഈ ചോദിക്കുന്നതിന് മുമ്പേ നിനക്ക് തരുന്ന ദൈവം നിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് സ്വരമുയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അത്രമാത്രം നിന്നെ സ്നേഹിക്കുന്ന, അത്രമാത്രം നിന്നെ കരുതുന്ന, അത്രമാത്രം നിന്നെ ഉള്ളം കൈയിൽ കൊണ്ടു നടക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് വചനം പറയുക, നിന്റെ തലയിലെ ഒരു രോമം കൊഴിഞ്ഞു പോയാൽ അത് ആരറിയുന്നുണ്ട്? ആരറിയുന്നുണ്ട്? ഒരു മുടിനാരിഴ കൊഴിഞ്ഞു പോയാൽ ആരറിയുന്നുണ്ട്? ദൈവം പറയുന്നുണ്ട്. അതുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലും എണ്ണപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലും ദൈവം എണ്ണി തിട്ടപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നിന്റെയും എന്റെയും ജീവിതത്തിൽ സംഭവിക്കാവുന്നതെല്ലാം ആരറിയുന്നുണ്ട്? ദൈവം തമ്പുരാൻ അറിയുന്നുണ്ട്. വേണ്ടതെല്ലാം ദൈവം തമ്പുരാൻ അറിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അപ്പന്റെ മുൻപിൽ നീ ഒന്ന് മുട്ടുമടക്കി ഒന്ന് പറഞ്ഞാ മതി, പിന്നെ അവൻ നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിത പ്രശ്നങ്ങൾ ആയിക്കൊള്ളട്ടെ, നിന്റെ ജീവിത പങ്കാളിയുടെ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, നിന്റെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, നിന്റെ കുഞ്ഞുങ്ങളെ ഓർത്തുള്ളതായിക്കൊള്ളട്ടെ, അല്ലെ സഹോദരങ്ങളെ ഓർത്തുള്ളതായിക്കൊള്ളട്ടെ, നിന്റെ പ്രവർത്തന മേഖലകളെ ഓർത്ത് ഉള്ളതായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, മുട്ടുമടക്കി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ നോക്കിക്കോളും. അല്ലേ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാനായിലെ ഭവനത്തിൽ വെച്ച് അമ്മ ചെന്ന് മകനോട് പറഞ്ഞു, പിന്നെ അമ്മയ്ക്കറിയാം അവൻ നോക്കിക്കോളും. പിന്നെ അവിടെ ഒരു പ്രശ്നമില്ല. അമ്മയ്ക്ക് പിന്നെ അതിനെക്കുറിച്ച് ഓർക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് അതിനെ ഓർത്ത് വിഷമമില്ല, പ്രയാസമില്ല. അമ്മ ചെന്ന് പറഞ്ഞു, പിന്നെ അമ്മയ്ക്കറിയാം അവൻ നോക്കിക്കോളും, എന്തു വേണമെങ്കിലും അവൻ ചെയ്തോളും. അവനോടൊന്ന് പറഞ്ഞാ മതി, അവനൊന്ന് അറിഞ്ഞാ മതി, പിന്നെ അവൻ ചെയ്തോളും. അത് പരിശുദ്ധ അമ്മയ്ക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാ അമ്മ ചെന്ന് പറഞ്ഞത്, മോനെ അവർക്ക് വീഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ കർത്താവിന്റെ കാതിൽ ഒന്ന് എത്തിയാ മതി, പിന്നെ അവൻ നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് ശ്ലീഹ തന്റെ ലേഖനത്തിൽ 1-ാം ലേഖനത്തിൽ രേഖപ്പെടുത്തിയത്, അവൻ കരുതുന്ന ദൈവമാകിയാൽ നിന്റെ സകല ചിന്തകളും അവന്റെ മേൽ
അവന്റെ മേൽ ഇട്ടുകൊള്ളുക. അല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ കാതിലൊന്ന് എത്തിയാ മതി, അവന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്താ മതി, പിന്നെ അവൻ നോക്കിക്കോളും. നീ പിന്നെ അതിനെ ഓർത്ത് കരയണ്ട. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള മക്കളെ, ഇതിന് ദൈവവുമായിട്ടൊരു ബന്ധം നമുക്ക് വേണം. അല്ലേ? എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ചെന്നൊന്ന് പറയുവാൻ തക്കവണ്ണമുള്ള ഒരു അടുപ്പം, ഒരു ബന്ധം ആരുമായിട്ട് വേണം? ദൈവവുമായിട്ട് വേണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏത് സമയത്ത് കയറി ചെല്ലുവാനും, ഏത് സമയത്ത് ഓടിച്ചെന്ന് മുട്ടി വിളിക്കുവാനും, ഏത് സമയത്ത് കരഞ്ഞു വിളിക്കുവാനുമുള്ള ഒരു ബന്ധം, ഒരു അടുപ്പം ആരുമായിട്ട് വേണം? ദൈവവുമായിട്ട് നമുക്ക് വേണം. ഹല്ലേലൂയ. ആ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തെ ദൃഢപ്പെടുത്തുന്നതാണ്, ശക്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന. യേശു തമ്പുരാന്റെ ജീവിതം നോക്കിക്കേ. എന്തെല്ലാം പ്രതികൂലങ്ങള്, എന്തെല്ലാം പ്രതിസന്ധികള്, വേദനകള് അവന്റെ ജീവിതത്തിലുണ്ടായി. അവിടെയൊക്കെയും അവൻ ബലപ്പെട്ടത് പിതാവുമായിട്ടുള്ള പ്രാർത്ഥനയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന്റെ പ്രാർത്ഥനയാണ് പിതാവുമായിട്ടുള്ള ബന്ധത്തെ ശക്തിപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഈ ലോകത്തെ പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ അവന് ജയമെടുക്കാൻ കഴിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രണ്ടാമത് നമുക്ക് പറയാൻ കഴിയും, ദൈവത്തിലുള്ള എൻ്റെ ആശ്രയത്തെ വർദ്ധിപ്പിക്കുന്നതാണ് എൻ്റെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആശ്രയിക്കുന്നത് ആരെയാണ്? എൻ്റെ കർത്താവിനെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യരിലല്ല, മനുഷ്യന്റെ കരങ്ങളിലല്ല, അവനിലുള്ള സമ്പത്തിലല്ല, അവനുള്ള സ്ഥാനമാനങ്ങളിലല്ല, അവനുള്ള കഴിവുകളിലല്ല ഞാൻ ആശ്രയിക്കുന്നത്. ഞാൻ ആശ്രയിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ. അതുകൊണ്ടാണ് പറയുക, കർത്താവിൽ ആശ്രയിക്കുന്നവൻ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവനോടിയാൽ ക്ഷീണിക്കത്തില്ല, അവൻ നടന്നാൽ തളരത്തില്ല. അവൻ ആശ്രയിക്കുന്നത് ആരെയാ? ദൈവത്തെയാണ്. പ്രൈസ് ദി ലോർഡ്. വേറെ എന്തിൽ ആശ്രയിച്ചാലും മക്കളെ നമുക്കത് ശാശ്വതമല്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ബാക്കിയെല്ലാം നശിക്കുന്നതാ, ബാക്കിയെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാ. ഒന്ന് ശാശ്വതമല്ല. നഷ്ടപ്പെടാത്തതും എന്നേക്കും നിലനിൽക്കുന്നതുമായ ഒരേ ഒരു കരമേ ഉള്ളൂ. അത് ആരുടെ കരമാ? എൻ്റെ ദൈവത്തിൻ്റെ, എൻ്റെ ദൈവത്തിൻ്റെ കരമാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുക, താഴ്ചയിൽ ഇരിക്കുവാനും ഉയർച്ചയിൽ ഇരിക്കുവാനും അവിടുന്ന് എന്നെ പരിശീലിപ്പിച്ചിരിക്കുന്നു. ആരാ പരിശീലിപ്പിച്ചേ? ദൈവം തമ്പുരാനാ. അവൻ ആശ്രയിക്കുന്നത് ആരെയാ? ദൈവത്തെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. താഴ്ചയിലിരിക്കുവാനും ഉയർച്ചയിലിരിക്കുവാനും ഒരുപോലെ അവിടുന്ന് എന്നെ പരിശീലിപ്പിക്കുന്നു എൻ്റെ ദൈവം. കാരണം അവന്റെ കരങ്ങളിലാ ഞാൻ ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആശ്രയം എവിടെയായിരിക്കണം? ദൈവത്തിലായിരിക്കണം. നമ്മുടെ ആശ്രയത്തെ വർദ്ധിപ്പിക്കുന്നതാണ് നമ്മുടെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യാക്കോബ് ശ്ലീഹ പറയുക, മടുപ്പ് തോന്നാതെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കിട്ടാതെ വരുമ്പോൾ നഷ്ടപ്പെടുത്താനുള്ളതല്ല പ്രാർത്ഥന.
ഹല്ലേലൂയ. സങ്കടം വരുമ്പോൾ നഷ്ടപ്പെടുത്താനുള്ളതല്ല പ്രാർത്ഥന. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെടുത്താനുള്ളതല്ല പ്രാർത്ഥന. ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെടുത്താനുള്ളതല്ല പ്രാർത്ഥന. സന്തോഷത്തിലും സങ്കടത്തിലും ഉയർച്ചയിലും താഴ്ചയിലും നേട്ടങ്ങളിലും കോട്ടങ്ങളിലും പരാജയങ്ങളിലും പരിഭവങ്ങളിലും ഒരുപോലെ നിന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. അത് നമ്മളെ പരിശീലിപ്പിക്കുന്നത് ആരാ? ദൈവം തമ്പുരാനാ. അവനിൽ ആശ്രയിക്കുമ്പോൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്വരമുയർത്തി പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവൻ വിശ്വാസത്തോടെ പ്രാർത്ഥനയിലൂടെ എന്തു ചോദിച്ചാലും ദൈവം തരും. ഹല്ലേലൂയ. അവൻ ചോദിക്കുന്നതിന് മുമ്പേ ദൈവം തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സിംഹത്തിന്റെ കുട്ടികൾക്ക് ഇര കിട്ടാതെ വലഞ്ഞേക്കാം, എന്നാൽ തന്റെ ഭക്തന്മാർക്കോ ഭക്തൻ എന്ന് പറഞ്ഞ ആരാ? ദൈവത്തിൽ ആശ്രയിക്കുന്നവനെയാ, ഇല്ലേ? ദൈവത്തെ മുറുകെ പിടിക്കുന്നവനെയാ, ദൈവത്തിൽ ആശ്രയിക്കുന്നവനെയാ, നിരന്തരമായിട്ട് ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കുന്നവനെയാ, ദൈവത്തെ മാത്രം മുറുകെ പിടിക്കുന്നവനെയാ ഒരു ഭക്തൻ എന്ന് പറയുക. അവനൊന്നിന് കുറവുണ്ടാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പ്രാർത്ഥന മടുപ്പ് തോന്നാതെയുള്ളതായിരിക്കണം. നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. ഈ ലോക ജീവിതത്തിൽ മക്കളെ നമുക്ക് വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഇതൊക്കെ ദൈവം അനുവദിച്ചിരിക്കുന്ന ഒന്നാണ്. ഹല്ലേലൂയ. സ്വർണം തീക്കകത്ത് കിടന്ന് അത് ശുദ്ധി ചെയ്തെടുക്കുന്നത് പോലെ സഹനത്തിന്റെ ചൂളയിലിട്ട് ദൈവം നമ്മെ ശുദ്ധീകരിക്കുന്നതാ. ഈ വേദനകളെല്ലാം ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്നതാ. ഈ പ്രശ്നങ്ങളെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചിരിക്കുന്നതാ. ഇല്ലെങ്കിൽ പിന്നെ മനുഷ്യൻ ദൈവത്തെ അറിയുമോ? ഒരിക്കലും ഇല്ല. വേദനകളില്ല എങ്കിൽ, പ്രശ്നങ്ങളില്ല എങ്കിൽ, പ്രയാസങ്ങളില്ല എങ്കിൽ, പ്രതിസന്ധികളില്ല എങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ദൈവത്തെ അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ദൈവം തമ്പുരാൻ അനുവദിച്ചിരിക്കുന്ന ഒന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ജീവനുള്ള തിരുവചനത്തിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരീക്ഷണങ്ങൾ ദൈവം അനുവദിച്ചിരിക്കും. ഇയ്യോബിന്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ ദൈവം അനുവദിച്ചിട്ടല്ലേ ഉണ്ടായത്, അല്ലേ? പിശാചി എന്ന് ദൈവത്തിന്റെ മുൻപിൽ നിന്ന് ചോദിച്ചു, അവനെ എനിക്ക് ഒരു നിമിഷത്തേക്ക് താ, ഒന്ന് വിട്ടുതാ, ഞാൻ കാണിച്ചു തരാം. ദൈവം അനുവദിച്ചിട്ടല്ലേ ഇയ്യോബിന്റെ ജീവിതത്തിൽ വേദന ഉണ്ടായത്, പ്രശ്നങ്ങൾ ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പിതാക്കന്മാരുടെ എല്ലാം ജീവിതങ്ങൾ നോക്ക്. അവർക്കെല്ലാം വേദനകൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, പട്ടിണി ഉണ്ടായിരുന്നു, അല്ലേ? ഹല്ലേലൂയ. അവിടെയൊക്കെയും ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരുകൾ ചേർക്കപ്പെട്ടില്ലേ? അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടില്ലേ? അവരെല്ലാം ഉയർച്ചയിലേക്ക് കടന്നു വന്നില്ലേ? ഇത് ദൈവത്തിൽ ആശ്രയിച്ചത് കൊണ്ടല്ലേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പകാലത്തെ വേദനകൾ നാളെയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുമെന്ന് വചനം പറയുമ്പോൾ കഴുകൻ ഒരുപാട് പ്രത്യേകതകളുണ്ട്, നമുക്കൊക്കെ അറിയാം. പലപ്പോഴും ഞാൻ തന്നെ അത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ ശക്തി കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ, അതിന്റെ ശക്തി ക്ഷയിച്ചു എന്ന് തോന്നുമ്പോൾ അതെന്താ ചെയ്യുക? അത് തന്നെ ഇറങ്ങി വന്ന് പാറയിടുക്കുകളുടെ ഇടയിലേക്ക് കയറിയിരിക്കും. തന്നെ മറ്റൊന്നും ഉപദ്രവിക്കില്ല എന്ന് തോന്നുന്ന, സുരക്ഷിതമാണെന്ന് കരുതുന്ന പാറയിടുക്കിന് ഇടയിലേക്ക് അത് കയറിയിരുന്നിട്ട് അത് തന്നെ അതിൻ്റെ ശരീരത്തിലെ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ച് കളയും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ തൊലിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു രോമം പറിച്ചാൽ എത്രമാത്രം വേദനയുണ്ട് എന്ന് നമുക്കറിയാം. നമ്മുടെ ദേഹത്തൊരു മുറിവ് പറ്റിയാൽ എത്രമാത്രം വേദനയുണ്ടെന്ന് നമുക്കറിയാം. ഇത് അതിൻ്റെ ശരീരത്തിലെ ഒരു തൂവല് പോലും ഇല്ലാതെ മുഴുവൻ കൊത്തിപ്പറിച്ച് കളയും. ഹല്ലേലൂയ. അന്നേരം അതനുഭവിക്കുന്ന വേദനകൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. എത്രമാത്രം വേദന അനുഭവിച്ചുകൊണ്ടാ അത് തൻ്റെ ശരീരത്തിലെ തൂവലുകളെല്ലാം കൊത്തിപ്പറിച്ച് കളയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനത് ചെയ്യാതിരുന്നാ പോരെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അത് മനസ്സിൽ കരുതുന്നത് എത്രമാത്രം വേദനകൾ അനുഭവിക്കേണ്ടി വന്നാലും, എത്രമാത്രം ബുദ്ധിമുട്ടേണ്ടി വന്നാലും, നാളെ എനിക്ക് ഉയരങ്ങളിലേക്ക് പറക്കാൻ കഴിയണമെങ്കിൽ ഇന്ന് ഈ വേദന ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ വേദന ഞാൻ സഹിച്ചേ പറ്റൂ, എന്നാലേ നാളെ എനിക്ക് ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ സാധിക്കത്തുള്ളൂ. അതതിന് ബോധ്യമുള്ളത് കൊണ്ടാ വേദന സഹിച്ചും ഈ രോമങ്ങളെല്ലാം അത് കൊത്തിപ്പറിച്ച് കളയുന്നത്. ഹല്ലേലൂയ. ഇത് നല്ലതുപോലെ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാ ദൈവം പറഞ്ഞത്, കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. ഇന്നത്തെ വേദന, ഇന്നത്തെ പ്രയാസങ്ങൾ നാളെ നിനക്ക് ഉയരങ്ങളിലേക്ക് പറന്നുയരാനുള്ള ചവിട്ടുപടികളാ. അത് ഞാനും നീയും തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങളാണല്ലോ ദൈവമേ. പലപ്പോഴും ഞാനും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് അറിയാം, അല്ലാതെ അറിയാം അല്ലേ? എന്തുമാത്രം വേദനകൾ, എന്തുമാത്രം പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, ദൈവമേ, പ്രാർത്ഥിക്കും തോറും നിന്നോട് അടുക്കും തോറും പ്രശ്നങ്ങളും വേദനകളും ഒഴിയുന്നില്ലല്ലോ, കൂടിക്കൂടി വരികയാണല്ലോ എന്ന് പലപ്പോഴും ഞാനും ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയാറുണ്ട്, ദൈവമേ, അന്ന് അനുഭവിച്ച വേദനകൾ, തൊട്ടു മുമ്പ് വരെ അനുഭവിച്ച വേദനകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എനിക്ക് ചവിട്ടിക്കയറാനുള്ള പടികളായിരുന്നല്ലോ എന്ന് ഇന്ന് ഞാൻ ദൈവത്തോട് പറയാറുണ്ട്. ഹല്ലേലൂയ. കിട്ടാതെ പോയ പലതും കിട്ടുമ്പോൾ, ഞാൻ അനുഭവിക്കുമ്പോൾ, ഞാൻ സന്തോഷിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പറയും, ദൈവമേ, കഴിഞ്ഞ നാളുകളിൽ എനിക്കുണ്ടായ വേദന ഇന്ന് ചവിട്ടിക്കയറാനുള്ള പടികളായിരുന്നല്ലോ എന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അങ്ങനെ ചിന്തിക്കണം ദൈവമക്കളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്പനേരത്തെ വേദനകളെ ഉണ്ടാവൂ, അത് നാളെ ദൈവസന്നിധിയിൽ ഉയർച്ചയിലേക്ക് നമ്മൾ ചവിട്ടിക്കയറാനുള്ള പടികളാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതാണ് ഒരു ഭക്തൻ എന്ന് പറയുന്നത്, അതാണ് ഒരു വിശ്വാസി എന്ന് പറയുന്നത്, അതാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോസഫിന്റെ ജീവിതം നോക്ക്. സഹോദരങ്ങൾ എന്തെല്ലാം ചെയ്തു അവന്റെ ജീവിതത്തിൽ. അവസാനം പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളിയിട്ടു. അവനിട്ടിരുന്ന വസ്ത്രം ഉരിഞ്ഞെടുത്തിട്ട് അതിൽ രക്തം പുരട്ടിയിട്ട് അപ്പനെ കൊണ്ടുവന്ന് കാണിച്ചിട്ട് പറഞ്ഞു, ജോസഫിനെ മൃഗങ്ങൾ അടിച്ചു കീറി, മൃഗങ്ങൾ തിന്നു, കൊന്നുകളഞ്ഞെന്ന് പറഞ്ഞു അല്ലേ? അപ്പന്റെ അടുക്ക കൊണ്ടുവന്ന് കാണിച്ചു. അന്നേരം ജോസഫ് എവിടെ കിടക്കുക? പൊട്ടക്കിണറ്റിൽ കിടക്കുക അല്ലേ? അവസാനം ജോസഫ് എവിടെ ഇരുന്നു? രാജാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നു. ഈ സഹോദരങ്ങളെല്ലാം ചെന്ന് ജോസഫിന്റെ മുൻപിൽ മുട്ടുമടക്കി അല്ലേ? അപ്പൊ ജോസഫ് അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും അവന്റെ ഉയർച്ചയിലേക്കുള്ള ചവിട്ടുപടികളായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനകളില്ലാത്തവര് മനുഷ്യരല്ല. വേദനകൾ വേണം, പ്രയാസങ്ങൾ വേണം, ദുഃഖങ്ങൾ വേണം, ദുരിതങ്ങൾ വേണം. ഇത് പലപ്പോഴും ഞാൻ ദൈവത്തോട് പറയും, എങ്കിലേ ദൈവസന്നിധിയിൽ ദൈവത്തെ അറിയത്തുള്ളൂ, ദൈവസന്നിധിയിൽ നിൽക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വഴിതെറ്റി പോകും.
ഇല്ലെങ്കിൽ നമ്മളല്ലാതായി മാറും, അഹങ്കാരികളായി മാറും. പിന്നെ ദൈവത്തിന് നമ്മളെ തിരിച്ചു കിട്ടത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേദന വേണം, അല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്വരമുയർത്തി പറഞ്ഞേ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നും ഈ വേദനയിൽ കിടക്കാൻ ഒരിക്കലും ദൈവം മുറുകെ പറഞ്ഞേ അനുവദിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ബെത്സയിദയുടെ കുളക്കരയിൽ കിടക്കുന്ന 38 വർഷമായി കിടന്നവന്റെ അടുക്കൽ കർത്താവ് വരുവോ? ഒരിക്കലും വരുന്നില്ല. ഹല്ലേലൂയ. ബെത്സയിദയുടെ കുളമെന്ന് പറയുന്നത് അതിന് 5 വാതിലുകളുണ്ട്, 5 മുണ്ടളങ്ങളുണ്ട്. ഈ 5 വാതിൽക്കലും രോഗികൾ കിടപ്പുണ്ട്. ഈ 5 വാതിൽക്കൽ കിടക്കുന്നതിൽ ഏതെങ്കിലും ഒരെണ്ണം ആദ്യം ഇറങ്ങുന്നു, ആ ആള് മാത്രമേ സൗഖ്യപ്പെടത്തുള്ളൂ. അതായിരുന്നു ആ കുളത്തിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. ഒരു വാതിലല്ല, 5 വാതിലുകളിലും ആളുകൾ കിടപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിൽ ആദ്യം ആരിറങ്ങുന്നോ അവനാണ് സൗഖ്യപ്പെടുക. 38 വർഷം കൊണ്ട് കിടക്കുന്ന ഒരുത്തന്റെ അടുക്കല ആര് വന്നത്? ഹല്ലേലൂയ. അവൻ നോക്കി കിടക്കുക, വെള്ളമളങ്ങുന്നത് നോക്കി കിടക്കുക. ഇവൻ ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പേ, ഇവൻ തോന്നുന്നതിന് മുമ്പേ മറ്റൊരാള് ഇറങ്ങിക്കഴിയും. അങ്ങനെ അവൻ അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 38 വർഷമായി. അവിടെയാണ് കർത്താവ് അവന്റെ അടുത്ത് ചെന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവന്റെ അടുത്ത് ചെന്നിട്ടാണ് ഈശോ അവനോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യം പ്രാപിപ്പാൻ മനസ്സുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മളായിരുന്നെങ്കിൽ എന്താ മറുപടി പറയുക? വായി തോന്നിയതെല്ലാം പറയും, അല്ലേ? ആഗ്രഹമില്ലാഞ്ഞിട്ടാണോടാ ഇവിടെ വന്ന് കിടക്കുന്നത് ചോദിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. വായി തോന്നിയതെല്ലാം നമ്മൾ പറയും, ആരാധൊന്നും നമ്മൾ നോക്കത്തില്ല. എന്നാൽ ഈ മനുഷ്യൻ കർത്താവിനോട് പറഞ്ഞ മറുപടി എന്താ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ മറ്റൊരാൾ ഇറങ്ങും. അവൻ പ്രത്യാശയോട് കിടക്കുക, ആഗ്രഹത്തോട് കിടക്കുക, ഇന്നല്ലെങ്കിൽ നാളെ ഇറങ്ങാം. അവന് നിരാശയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നൊരുത്തൻ സൗഖ്യപ്പെട്ടു, അവൻ കയറിപ്പോയി. അത് കണ്ടവൻ നാളെ അവൻ ഇറങ്ങാമെന്നുള്ള ആഗ്രഹത്തോടെ, പ്രത്യാശയോടെ അവൻ അവിടെ കിടക്കുന്നത്. അവന് നിരാശയില്ല, അവന് മടുപ്പ് തോന്നിയിട്ടില്ല, അവൻ ആരെയും കുറ്റം പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. അവൻ അവിടെ തന്നെ കിടക്കുക. അങ്ങനെയുള്ളവന്റെ അടുക്കല ഈശോ വന്ന് ചോദിച്ചത്, നിനക്ക് ആഗ്രഹമുണ്ടോ? നിനക്ക് മനസ്സുണ്ടോ? ഓ കർത്താവേ, എനിക്ക് മനസ്സുണ്ട്, പക്ഷേ ഞാൻ ഇറങ്ങുന്നതിന് മുമ്പേ മറ്റൊരാള്. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ കിടക്കയും എടുത്തുകൊണ്ട് പൊക്കോ. പ്രൈസ് ദി ലോർഡ്. അവിടെയും അവൻ മറുതലിച്ച് സംസാരിച്ചോ? എഴുന്നേക്കാൻ വയ്യാത്തവൻ മറുതലിച്ച് സംസാരിച്ചോ? എന്റെ കയ്യേലൊന്ന് പിടിക്കെന്ന് പറഞ്ഞോ? അല്ലെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറഞ്ഞോ? എന്നെ ഒന്ന് പൊക്കാൻ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല. അവൻ എഴുന്നേറ്റു, അവന്റെ കിടക്കയും എടുത്ത് ചുരുട്ടി അവൻ പോയി, വീട്ടിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം നഷ്ടപ്പെടാതെ, പ്രാർത്ഥന നഷ്ടപ്പെടാതെ, പ്രത്യാശ നഷ്ടപ്പെടാതെ കടന്നവന്റെ അടുക്കല കർത്താവ് വന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. വേദനകൾക്ക് ഒരവസാനമുണ്ട്. അവിടെ കർത്താവ് വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്നും നിന്റെ മക്കളെ ഓർത്ത് കരയാൻ ദൈവം സമ്മതിക്കുമോ? നാളെ നിന്റെ മക്കൾക്കൊരു ഉയർച്ചയുണ്ട്, അവർക്കൊരു ജയമുണ്ട്, അവർക്ക് നല്ലൊരു ജോലി ദൈവം കരുതി വെച്ചിട്ടുണ്ട്, അവർക്ക് നല്ലൊരു ജീവിതം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. എന്നും നിന്റെ മക്കളെ ഓർത്ത് കരയാൻ ദൈവം സമ്മതിക്കുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും നീ വാടക വീട്ടിലാണെന്ന് പറഞ്ഞ് കരയാൻ പറ്റുമോ? ദൈവം നിനക്ക് വേണ്ടി ഒരു ഭവനം കരുതിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്,
ഹല്ലേലൂയ. എന്നും എന്നും രോഗിയാണെന്ന് പറഞ്ഞ് നീ കരയാൻ പറ്റുമോ? നാളെ നിനക്ക് സൗഖ്യമുണ്ട്. ദൈവം സൗഖ്യം കരുതി വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു അവസാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു പ്രത്യാശയോടെ വേണം നമ്മൾ ജീവിക്കാൻ. നാളെ ഇത് മാറും. ആ ഒരു ബോധ്യത്തോടെ, ആ ഒരു വിശ്വാസത്തോടെ വേണം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.